ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ റെഡിയാക്കി ഇരിക്കുകയായിരുന്നു. തലേ ദിവസം മൈലാഞ്ചി ഇടാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി എടുത്തിട്ടേ വരാവൂ എന്നുള്ളത്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ സാരി എടുത്തിട്ടേ വരുന്നത് കേട്ടോ. 11:15 12 മണിക്ക് ഇടയിലാണ് കേട്ടോ മുഹൂർത്തം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നത് തന്നെ. അതായത് കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ +1 +2 മുതൽ ഡിഗ്രിയും ഡിപ്ലോമയൊക്കെയുള്ള ഒരു 4-5-6 വർഷത്തേക്ക് ഒരു പരിചയമുള്ളൊരു നല്ല ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരേ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന 2 പേരുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ആകെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ആളുടെയും കൂടി ഉള്ളു കല്യാണം. അപ്പോൾ ഇത് അവിടെ കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആൾ വ്ളോഗൊക്കെ എടുത്തപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര സന്തോഷമായി. കാരണം പെട്ടെന്ന് ആരും അങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് ചെയ്തൊന്നുമില്ല. അവളുടെ കസിൻസ് ആരോ ആണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് വീഡിയോ എടുക്കാനുള്ളത് കാരണം ഞാൻ തന്നെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് ഓരോരോ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തലേ ദിവസം ഞാനും അച്ഛനും കൂടിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് വയ്യാത്തതാണ് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കല്യാണത്തിൻ്റെ ഓരോ ചടങ്ങ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്ന് സമയം പോയത് എന്നുള്ളത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. കാരണം അത്രയും വർഷം നമ്മൾ ഒരുമിച്ച് പഠിച്ച് പെട്ടെന്ന് ഒരാളുടെ കല്യാണം കഴിഞ്ഞ് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് മെഹന്തി ഇട്ടെടുക്കാൻ വേണ്ടി പോയ അതേ നിമിഷം തന്നെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം വേറൊരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഫംഗ്ഷനുള്ള സമയത്താണ് കേട്ടോ ഞാൻ ഇവരെയൊക്കെ കാണാറുള്ളത്. ഇവരിവിടെ നാട്ടിൽ തന്നെയാണ്, ആലപ്പുഴയിൽ തന്നെയാണ്. ഞാനിങ്ങനെ മലപ്പുറത്തും പാലക്കാട് അവിടെ ഇവിടെയൊക്കെ പോകുന്നതുകൊണ്ടും അവിടെ കുറേ സ്റ്റേ ചെയ്യുന്നത് കൊണ്ടൊക്കെ ഇവരങ്ങനെ അധികം മീറ്റ് ആക്കാനൊന്നും പറ്റാറില്ല. ഇതുപോലെ ഫംഗ്ഷനുള്ള സമയത്ത് ഞാൻ എവിടെയാണെങ്കിലും ഓടി വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കല്യാണത്തിന് വേണ്ടി മാത്രമായിട്ട് മലപ്പുറത്തുനിന്ന് വന്നതാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. ഓരോ കാലഘട്ടത്തിലും എനിക്ക് ഓരോ തരം ഫ്രണ്ട്സാണ് കേട്ടോ. അതായത് പഠിക്കുന്ന കാലം തൊട്ടിട്ട് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഫ്രണ്ട്സ് അല്ല എനിക്ക് +1 +2 ഉണ്ടായിരുന്നത്. അത് എല്ലായ്പ്പോഴും എങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരുപാട് വാല്യൂബിൾ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടത്തുമില്ല. അതേപോലെ തന്നെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് ദീർഘകാലം ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. പഠിത്തത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഡ്രോയിങ് റിലേറ്റഡ് ഒരുപാട് ആർട്ടിസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെയും ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം കസിൻസും അനിയത്തിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിലുള്ള പച്ചയാണ് കേട്ടോ അവളുടെ സ്വന്തം അനിയത്തി. ബാക്കിയുള്ളത് മൊത്തം കസിൻസാണ്. അവരായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു കല്യാണ ഫങ്ഷൻസും ഡാൻസും വൈബും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം മൈലാഞ്ചി ഇടാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവളുടെ അനിയത്തിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഡാൻസൊന്നും ഇല്ലേ പാട്ടൊന്നും ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അവർ ചെറുതായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് അവർ ഡാൻസ് കളിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രയും നന്നായിട്ട് പ്രാക്ടീസോടെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ചെറിയ സമയം കൊണ്ടാണ് പഠിച്ചെടുത്തതെന്നുള്ളതാണ് കേട്ടോ അത്ഭുതം തോന്നിയത്. അങ്ങനെ ഡാൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ഇവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് അറിഞ്ഞില്ല. അതാണ് എല്ലാവരും ചിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും അധികമൊന്നും ഇല്ല. കാരണം എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇൻവോൾവ് ആക്കാഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിതേ പായസമൊക്കെ കൂട്ടിയതേ പപ്പടം പഴം പായസം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.